അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, വെളിച്ചം വീഡിയോസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ ഒരു എപ്പിസോഡുകൾ വഴി നമ്മൾ സാധാരണ ചെയ്യുന്നത്, സാധാരണക്കാരോട് ചോദിക്കുകയാണ്, ഉസ്താദുമാർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ ഈ ഉസ്താദുമാരെ ഇങ്ങനെ തന്നെയാണോ വിചാരിക്കുന്നത്? അവർ സന്ദർഭത്തിനനുസരിച്ച് കളവുകൾ പറയുന്നുണ്ട്, മതത്തിൻ്റെ പേരിൽ ശുദ്ധമായ കളവുകൾ പറയുന്നുണ്ട്, മതത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് വിളിച്ചു പറയുന്നത് ആ ഉസ്താദുമാരോടുള്ള എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിലെയും തിരുസുന്നത്തിലെയും മുൻഗാമികളായ നമ്മുടെ സലഫുകളുടെ മാർഗത്തിനും ഒക്കെ എതിരായിട്ടാണ് പറയുന്നത്. ആ വഴി സ്വീകരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഒരു ഉസ്താദും നമുക്ക് കൂട്ടിനുണ്ടാവില്ല, ഒരൊറ്റയാളും നമ്മുടെ കൂട്ടിനുണ്ടാവില്ല. മറിച്ച് കുല്ലുഹുമാതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരെയും ഏകന്മാരായിട്ടായിരിക്കും കൊണ്ടുവരിക. ഇത് മാത്രമേ കാരണമുള്ളൂ. നോക്കൂ നിങ്ങൾ, മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ചെയ്തിരുന്നൊരു വീഡിയോ, CM എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ഹോട്ടലിൽ കയറി, ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ക്യാഷ് കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തെ വിവസ്ത്രനാക്കി. ആ ഹോട്ടൽ ഉടമ കാഷ്യർ അദ്ദേഹത്തെ അപമാനിച്ചപ്പോൾ ആ ഹോട്ടൽ കത്തിച്ചു എന്നും അയാളെ ഭ്രാന്തനാക്കി എന്നൊക്കെ പല പല കോലത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പേരോട് പറഞ്ഞത്, അങ്ങനെ കണ്ടതും കേട്ടതൊന്നും പറഞ്ഞ് പോകാൻ പറ്റില്ല, വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ, കറാമത്തുകൾ പറയുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണ്ടേ, എന്തെങ്കിലും പറയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു, അല്ലേ? അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. യാതൊരു അഡ്രസ്സും ഇല്ല, ഇങ്ങനെയാണോ കറാമത്ത് പറയുന്നത്? അഡ്രസ്സ് വേണം, അഡ്രസ് ഇല്ലാതെ കറാമത്ത് പറയരുത്. കഫാബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നൊക്കെ പറഞ്ഞാൽ കളവായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അദബ് നമ്മൾ പാലിക്കണം. ഈ അദബ് അദ്ദേഹം പാലിക്കുന്നുണ്ടോ? അദ്ദേഹം പാലിക്കുന്നുണ്ടോ ഈ അദബ്? അദ്ദേഹം ഒരു എയർപിൻ കറാമത്ത് പറയുന്നുണ്ട്. ആ എയർപിൻ കറാമത്ത് അദ്ദേഹം ആദ്യം ഒന്ന് പറയട്ടെ. ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ അള്ള കൊടുത്തിട്ടുണ്ട്. ഞാൻ മക്കയിൽ അരിഹാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മാനൂർക്കാരനാണ്, അയാളിപ്പോൾ നാട്ടിലുണ്ട്. അയാളുടെ അടുത്ത് പോയപ്പോൾ അയാൾ പറഞ്ഞു, ഇതിൻ്റെ അടുത്തുള്ള ഒരാൾ, അയാളുടെ മകള് എയർപിന്നെ മനസ്സിലാവില്ലേ, എയർപിന്നെ വായിലിങ്ങനെ പിടിച്ചിട്ട് എന്തോ തട്ടം ശരിയാക്കും, എന്തോ ചെയ്യുമ്പോൾ എയർപിന്നെ വിഴുങ്ങിപ്പോയി. അങ്ങനെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ താഴോട്ട് എത്തിപ്പോയി. അപ്പോൾ എല്ലാവരും ബേജാറായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പെണ്ണിൻ്റെ പാപ്പ 500 രൂപ സിറാജ് വിളിക്കുന്ന വെച്ചു. എയർപിൻ അങ്ങനെ തന്നെ കയറി വന്നിട്ട് വായി വിടാൻ പുറത്ത് വെച്ചു. ഉഗ്രൻ. എന്താണ്, ഒരു 500 രൂപ അങ്ങോട്ട് നേർച്ചയാക്കിയതോടുകൂടെ എയർപിൻ റിവേഴ്സ് ഗിയറിൽ പുറത്തേക്ക് ചാടിയെന്നാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ കമൻ്റ് അതാണ്. സഹോദരന്മാരെ, കറാമത്ത് ഉണ്ടെങ്കിൽ ആ കറാമത്ത് എന്ത് ചെയ്യണമെന്ന് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കറാമത്തുകൾ രഹസ്യമാക്കി വെക്കണം എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനുണ്ടായ കറാമത്തുകൾ അത് വെച്ച് അതിനെപ്പറ്റി പറഞ്ഞ് പെരുപ്പിച്ച് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ സംഘടിപ്പിച്ച് അവിടേക്ക് പിരിവ് വാങ്ങി അങ്ങനെ ചെയ്തിട്ടില്ല. മുഅ്ജിസത്ത്, പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന മുഅ്ജിസത്ത് അത് പരസ്യമാക്കേണ്ടതാണ്, പ്രവാചകത്വത്തിൻ്റെ അടയാളം എന്ന നിലക്ക്. വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒരാൾ നടന്നു പോകുന്നത് കണ്ടാൽ പോലും അയാൾ വലിയാണെന്ന് പറയാൻ പറ്റില്ല എന്നടക്കം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് മൂപ്പര സ്ഥാപനത്തിന് വേണ്ടി കേരളത്തിൻ്റെ പുറത്തോ എവിടെയുള്ളൊരു സ്ഥലത്താണെന്നാണ് ആ വീഡിയോ എന്ന് മനസ്സിലാകുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടുന്ന് പണസമ്പാദനത്തിന് വേണ്ടി ഈ കാര്യം പറയുന്നത്. എന്നാൽ ഈ കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സ്ത്രീയുടെ വായയിലൂടെ ആ പിന്ന് പുറത്തേക്ക് വന്നത് അത് വേറെ ഏതോ ഒരു തങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് വേറെ ആരോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറയണല്ല, അദ്ദേഹം അത് പറയട്ടെ. ആരോ ഒരു ചങ്ങലതി എഴുതിയിരിക്കുന്നു, അതൊക്കെ ശുദ്ധമായ കളവ് പേരോട് പറഞ്ഞതാണ്, അത് തങ്ങളുടെ വെള്ളം കൊണ്ടാണ് ഇത് പുറത്തു വന്നത് എന്നാണ് അതിന്റെ ആകത്തുക. മനസ്സിലായല്ലോ? അപ്പോൾ ആകത്തുക അതാണ്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു തർക്കമുണ്ട്. ഈ പിന്നെ പുറത്തേക്ക് എടുത്തത് ഇങ്ങനെ റിവേഴ്സ് ഗിയറിൽ, പിന്നെ ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ പുറത്തേക്ക് ചാടിയത് ഏതോ ഒരു തങ്ങൾ കൊടുത്ത വെള്ളം കൊണ്ടാണോ അതല്ല പേരോടിൻ്റെ സംഗതി കൊണ്ടാണോ എന്നാണ് കേട്ടോ. എന്താ കാരണം? മൂപ്പരിത് ആദ്യം പറഞ്ഞിക്കാണ്. മൂപ്പരെന്താ പറഞ്ഞ്, കേട്ടത് മുഴുവൻ പറയരുത്, പഠിച്ചുറപ്പിച്ചിട്ട് പറയണം എന്നാണ്. എന്നാൽ ഇതെപ്പോഴാണ് പറഞ്ഞ്, ഒക്കെ പഠിച്ച് ഒക്കെ പറഞ്ഞ് നാട്ടിലെത്തി അത് ചർച്ചയായതിൻ്റെ ശേഷമാണ്. വഹാബികൾ അത് എടുത്ത് ഉപയോഗിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ്. ഇതും ഞാൻ പറയണമല്ല, മൂപ്പർ പ്രസംഗത്തിലൊരു താളത്തിൽ വരുമ്പോൾ പറയാണ്, അല്ലാതെ ഇത് ജനങ്ങളെ പഠിപ്പിക്കണം എന്നുള്ള ബോധ്യത്തോടെ പറയുന്നതല്ല. ഗ്രൗണ്ട് സപ്പോർട്ടിനെ ശക്തിപ്പെടുത്താനും ഓഡിയൻസിനെ മാനേജ് ചെയ്യാനും പറ്റണതൊക്കെ ചെയ്യുന്ന തന്നെയാണ്. നോക്കൂ നിങ്ങൾ,
ഇത് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയാണ് പഠിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇത്ര വിശദമായിട്ട് അന്ന് പറഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ ശരിക്കും വിശദമായി ചോദിച്ചു പഠിച്ചതാണ്. അപ്പോൾ ഇത് പിന്നെയാണ് അതൊക്കെ പഠിക്കണേ. വിവാദമായപ്പോൾ അത് കൈകാര്യം ചെയ്യാനാണ്. അപ്പോൾ മൂപ്പര പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ പിന്നെ അത്ര വേഗത്തിൽ പുറത്തേക്ക് പോന്നിട്ടില്ല. റിവേഴ്സ് ഗിയർ അങ്ങനെ തന്നെ വർക്കൗട്ട് ആയിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹത്തെ അപമാനിക്കാനോ പേരോട് ഉസ്താദിനെ മോശമാക്കാനൊന്നും വേണ്ടിയല്ല. നമ്മളുടെ വിഷയം ഇവിടുത്തെ പബ്ലിക്കാണ്. ഇവരൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നു? എൻ്റെ ആയുസ് ഉസ്താദിന് കൊടുത്തിട്ട് ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേന്ന് ഈ കാന്തപുരം ഉസ്താദിനും ഇദ്ദേഹത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണ മനുഷ്യന്മാരുണ്ടെന്ന് ഇവരെന്നെ പറയാറുണ്ട്. അപ്പം അത്തരം മനുഷ്യന്മാരെ ഇവർ പറ്റിക്കുന്നു എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്താണ് സംഭവം എന്നുള്ളത് അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചല്ലോ. അപ്പം ഇങ്ങനൊരു പിന്നെ കുട്ടിയുടെ വായിലേക്ക് പോയപ്പോൾ ആചാര്യ എന്താ ചെയ്തത്? ആചാര്യ ആദ്യം ഹറമിൽ പോയി പ്രാർത്ഥിച്ചു. ഹറമിലായിരുന്നു, അവിടുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. കേട്ടോളൂ. ഒരു ഉള്ളിലേക്ക് അങ്ങനെ പോയപ്പോൾ മൊയ്തു ഹാജി അന്ന് മക്കയിലാണ്. മൊയ്തു ഹാജി ഹറമിൽ പോയി ദുആ ചെയ്തു. കണ്ടോ? അപ്പോൾ ഹറമിൽ പോയി ദുആ ചെയ്തു. അതൊന്നും ആദ്യമല്ല. മൂപ്പർക്ക് ഒരു 500 റുപ്യ മൂപ്പരെ സ്ഥാപനത്തിലേക്കാണ് കൊടുത്തപ്പോൾ പിന്നെ റിവേഴ്സ് ഗിയറിലാണ് പോകുന്നു. ആദ്യത്തേത് അതാണ്. ഇനി അതുമല്ല, വേറൊരു തങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മൊയ്തു ഹാജി പലരോടും ദുആ ചെയ്യാൻ പറഞ്ഞു. കൂട്ടത്തിൽ മൊയ്തു ഹാജി വളരെ ബഹുമാനിക്കുന്ന ഒരു സയ്യിദാണ് ഏഴിമലത്തങ്ങൾ എന്ന് പറഞ്ഞു. അവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവിടെ കോട്ട് ചെയ്യണില്ല. കാരണം മൂപ്പര് വിഷയമൊന്നും വിശദമായി പഠിച്ചിട്ടില്ല. കിട്ടിയത് വെച്ചാൽ പിന്നെ എന്താണ് അവിടെ അടിച്ചു വിട്ടതാണ്. ഇനി നിങ്ങൾ നോക്കി, ഈ പിന്നെ എവിടെ വെച്ചാണ് ഈ സ്ത്രീയുടെ വായിൻ്റെ ഉള്ളിൽ പോണത്? അദ്ദേഹം അത് പറയട്ടെ. ഈ പിന്നെ വിഴുങ്ങിപ്പോയത് പാനൂരിലുണ്ട്. സ്കൂളിൽ വെച്ചാണ് വിഴുങ്ങിപ്പോയത്. ഇതിപ്പോൾ ഒരു പിന്നിൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടാനുള്ള കാരണം ഇവരുടെ ഒരു രീതിയാണിത്. ആളുകളെ ഓരോ മായാവിക്കഥകൾ പറഞ്ഞ് എയറിൽ നിർത്തി അവരുടെ പോക്കറ്റിലുള്ളത് അടിച്ചു മാറ്റുക എന്ന് പറയുന്നത്. ഇതിലേറെ ലളിതമായൊരു ഭാഷ, ബഹുമാനമുള്ളൊരു ഭാഷ ഇതിന് പറയാൻ പറ്റുമെങ്കിൽ അതന്നെ പറയാം. ആരും വേദനിപ്പിക്കൽ നമ്മുടെ ലക്ഷ്യമല്ല. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഈ സ്ത്രീക്ക് വന്നപ്പോൾ, അവർക്ക് ശ്വാസതടസ്സം വന്നപ്പോൾ എന്താ ചെയ്തത് അവിടുത്തെ ആ സ്കൂളിൽ അധ്യാപകർ ചെയ്തത് എന്താ? മൂപ്പരെന്നെ പറഞ്ഞോട്ടെ, അതായിരിക്കും നല്ലത്. മാഷന്മാരോട് പറഞ്ഞപ്പോൾ മാഷന്മാർ അങ്ങനെ തന്നെ ഇന്ദിരാ ഹോസ്പിറ്റലിൽ തലശ്ശേരി കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ നോക്കിയിട്ട് ഉടനെ കോഴിക്കോട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കോഴിക്കോടേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവർ കുടുംബത്തെ വിവരം കളിക്കുന്ന മാഷന്മാർ കോഴിക്കോട് കൊണ്ടുപോയി. അവർ നോക്കിയിട്ട് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായി. അപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യലേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു മാഷന്മാർ കൊണ്ടുപോയപ്പോൾ. ENT ഡോക്ടർമാരും മറ്റൊക്കെ എന്നെ കേൾക്കുന്ന ആളുകളൊക്കെ വെറുതെ ഒന്ന് ചിന്തിക്കുക. ഒന്ന് നിങ്ങളുടെ കമൻറ്റ് പോസ്റ്റ് ചെയ്യുക. ഇത് സർജറി ചെയ്യേണ്ടതാണോ, അല്ല ഇതല്ലാത്തതിനെ കിട്ടുമോ, അതിൻ്റെ പൊസിഷൻ എന്താണ്, അല്ലേ? എന്നാൽ തങ്ങളെന്താ പറയണത്? തങ്ങൾക്കിതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടണ്ട, ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കിട്ടണ്ട. തങ്ങൾ നേരെ പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങൾ ആ കുട്ടിയെ അവിടെ നിർത്തണ്ട, അവർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ പിന്നീട് ആ കുട്ടിക്ക് പേര് ദോഷം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊന്നു. ആ കുട്ടിയെ ഒരു സയ്യിദിന്റെ വാക്ക് സ്വീകരിച്ചു വീട്ടിലേക്ക്. നല്ല സയ്യിദ, ഒന്നാന്തരം സയ്യിദ്. എന്ത്? ശ്വാസതടസ്സമുള്ള ആളെയും കൊണ്ട് അധ്യാപകർ ഹോസ്പിറ്റലിൽ പോവുക. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ സർജറി ചെയ്യണമെന്ന് ആവശ്യപ്പെടുക. ശ്വാസതടസ്സം ഉണ്ടായിരിക്കെ എന്താ കുട്ടിക്ക് പേരുദോഷം വരും. പേരുദോഷം വരണമെങ്കിൽ കുട്ടി ജീവിക്കേണ്ട ആദ്യം, അല്ലേ? പേരുദോഷം വരും. എന്താ പിന്നെ കല്യാണവും കാര്യമൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്, അറിയില്ല. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. തങ്ങളടുത്തേക്ക് കൊണ്ടുവന്നു. തങ്ങൾ എന്താ ചെയ്ത്? തങ്ങൾ എന്താ ചെയ്തതെന്ന് അദ്ദേഹം പറയട്ടെ. തങ്ങളെ കൊണ്ട് വലിയ ഒരു ശമനത്തിന്റെ കുപ്പിയിൽ നിറയെ വെള്ളം ആ വെള്ളം തങ്ങൾ മന്ത്രിച്ചു. അങ്ങനെ ആ വെള്ളം തങ്ങൾ മന്ത്രിച്ചു കൊടുത്ത വെള്ളം ഇന്ന സമയത്ത് കുടിക്കണം എന്ന് പറഞ്ഞു. ഇത്ര ദിവസം കുടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന സമയത്ത് കുടിക്കണം എന്ന് പറഞ്ഞു. ആ വെള്ളം ഇങ്ങനെ കുടിച്ചോട്ട് ദിവസങ്ങളും കഴിഞ്ഞ് ഏകദേശം 18 ദിവസത്തോളായി. ഒരു എയർപിന്ന് ശ്വാസകോശത്തിൻ്റെ അവിടെ, അല്ലേ, അവിടെ വെച്ചിട്ട് 18 ദിവസം. എന്താ തങ്ങൾ കൊടുത്തേ? ഒരു 7-അപ്പിൻ്റെ കുപ്പിയിൽ കുറച്ച് വെള്ളം കൊടുത്തു. ഇന്ന സമയത്ത് കുടിച്ചണമെന്ന് പറഞ്ഞു. എത്ര തവണ കുടിച്ചണമെന്ന് പറഞ്ഞിട്ടില്ല. നല്ല ഒന്നാം തരം ചികിത്സ. എന്താ കാര്യം? കുട്ടിക്ക് പേരുദോഷം ഉണ്ടാകും, ഭയങ്കര പ്രശ്നമല്ലേ? ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലാണ് ഇടുന്നത്.
പലപ്പോഴും ഐ ആം ആൻ എക്സ് മുസ്ലിം, ഞാൻ ഇന്നലെ വരെ മുസ്ലിം ആയിരുന്നു എന്ന് കമൻ്റ് ചെയ്ത് പോകുന്ന പല കുട്ടികളും അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇത്തരം കഥകളും വാർത്തകളും കേട്ട് വളർന്നതിൻ്റെ പ്രശ്നം അവർക്കുണ്ട്. മനസ്സിലായില്ലേ? അവർക്കുണ്ട്. ഞാൻ പറയണത് ഇതൊക്കെ പറയുമ്പോൾ എന്താ അറിയോ, ഈ 18 ദിവസം ഇങ്ങനെ നിന്നറിയുമ്പോൾ ആ പിന്നെ എവിടെയെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം കേൾക്കണം. എവിടെയാണ് ആ പിന്ന് കുത്തിത്തറച്ച് നിന്നത്? നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇത് ശ്വാസകോശത്തിന്റെ ഇടയിൽ തങ്ങി നിൽക്കുകയാണ്, തറച്ചിക്കണയിൽ ഈ പിന്ന്. നല്ല സ്ഥലത്താണ്, ശ്വാസകോശത്തിൻ്റെ അടുത്ത് തറച്ച് നിൽക്കുകയാണ്. എന്നിട്ടാണ് തങ്ങളും കൊടുത്ത വെള്ളം കുടിച്ചു ഒരു സെയ്ത് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു എന്നാണ്. ഈ കഥയൊക്കെ കേട്ടിട്ട് സാധുക്കളത് വിശ്വസിച്ച് ജീവൻ നഷ്ടപ്പെടുത്തുകയാണ്. ഞങ്ങളിവിടുത്തെ നവോത്ഥാനത്തിൻ്റെ ആളുകളാണെന്നും ഞങ്ങളാണിവിടെ മാറ്റം കൊണ്ടുവരേണ്ടതെന്നും ഞങ്ങളുടെ അങ്ങനൊരു സംഭവം ഉണ്ടെന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്ന ആളുകൾ അല്ലേ, ചികിത്സയിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിച്ച് ഇത്തരം ചൂഷണങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോവാണ്. ഏതെങ്കിലും ഒരു മുസ്ലിയാർ ഈ പണി ചെയ്യുമോ? സാധാരണക്കാരെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിയാർ അവരുടെ മക്കളുടെ കാര്യത്തിൽ ചെയ്യുമോ? മുമ്പ് പ്രസവിക്കാത്ത സ്ത്രീയെ ചില ഏടുകളും ചില പാട്ടുകളും പാടി പ്രസവിപ്പിക്കുകയായിരുന്നു. ഇന്നോ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്ത് അവിടുന്നാണ് പ്രസവം അല്ലേ. ഞാനിതാരെയും വിഷമിപ്പിക്കാൻ പറയണമല്ല സഹോദരന്മാരെ, ഇതാണ് പലപ്പോഴും അവസ്ഥ. നോക്കൂ നിങ്ങൾ, ഇനി എത്ര ദിവസം ഇത് തുടർന്നു, എന്നിട്ട് എന്തായി എന്നുള്ളത് നമ്മൾ കേൾക്കണം. അദ്ദേഹം തന്നെ പറയട്ടെ. അപ്പോ 18 ദിവസം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ ഓപ്പറേഷന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അതുണ്ടായത്. അപ്പോൾ പോയ ഹോസ്പിറ്റലിലേക്ക് മാഷന്മാർ അവിടുത്തെ സ്കൂളിൻ്റെ അടിയിൽ നിന്ന് ടീച്ചറെയും വലിച്ചിട്ട് പാഞ്ഞപ്പോൾ അവിടെ ചെന്ന് സർജറി ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. വേണ്ട, അത് കേടാകും, ബുദ്ധിമുട്ടാകും, കുട്ടിക്ക് പേരുദോഷമാകും, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് 7-അപ്പിൻ്റെ കുപ്പിയിൽ വെള്ളം ഊതി കൊടുത്ത തങ്ങൾ കൊടുത്ത പണി ഫലിച്ചില്ല. അങ്ങനെ വീണ്ടും ബാംഗ്ലൂർക്ക് പോവുകയാണ്. ബാംഗ്ലൂർക്ക് പോകണമെങ്കിൽ ഇയാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് വേണം, അല്ല കൂടെ ആരോ പോകാൻ ആൾ വേണം. അപ്പോൾ ആ ഒരു ചെറിയ സമയത്ത് അപ്പോഴാണ് ഒരു 500 റുപ്യ മൂപ്പരെ പേരോടിൻ്റെ കോളേജിക്ക് സംഭാവന ചെയ്യുന്നത്. മൂപ്പര് പറയട്ടെ. ആ സമയത്ത് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഉമ്മയുടെ സഹോദരിയും അൽഹംദുലില്ലാഹ് 2-3 ദിവസം കൊണ്ട് ആ സൂചി ഈ നെഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് കയറി വന്ന് വായിലൂടെ പുറത്തുപോയി. അങ്ങനെയാണ്. അല്ലാതെ നേരത്തെ കേട്ട എന്താ? നേരത്തെ കേട്ട ഒന്നുകൂടിയും കേട്ടോളിയും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ പാപ്പ 500 റുപ്യ സിറാജ് പിന്നെ അങ്ങനെ തന്നെ കയറി വന്നിട്ട് വായിലൂടെ പുറത്തു. കണ്ടല്ലോ, സിറാജുൽ ഹുദീക്കാണ് നേർച്ചയാക്കിയപ്പോൾ കയറി ഇതിപ്പോൾ 2-3 ദിവസം എടുത്തിട്ട് പതുക്കെ അങ്ങനെ കയറി വന്നതാണ്. അപ്പം മൊത്തം എത്ര ദിവസമായിട്ടുണ്ടാവും? എയർപിന്ന് വായിൻ്റെ ഉള്ളിൽ പോയിട്ട് 18 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ബാംഗ്ലൂർക്ക് പോകുന്നതിൻ്റെ മുമ്പാണ്. അപ്പോൾ 21 ദിവസം വരെ എയർപിന്ന് എവിടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. 21 ദിവസം ഒരു വസ്തു ശരീരത്തിൻ്റെ ഉള്ളിൽ നിൽക്കൂല എന്നൊന്നല്ല ഞാൻ പറയണത്. മറിച്ച് ഇങ്ങനത്തെ കുറേ കഥകൾ, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ കുറേ കഥകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് പലപ്പോഴും നടക്കുന്നത്. സഹോദരന്മാരെ, രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ലിക്കുല്ലിദ ഇൻദവാ, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. പ്രാർത്ഥനയും ദിക്റും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ച തന്നെയാണ്. നമ്മുടെ ശാരീരികമായ വിഷമങ്ങൾക്കും മാനസികമായ വിഷമങ്ങൾക്കും ഒക്കെയുള്ള ധാരാളം പ്രാർത്ഥനകളും ദിക്റുകളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. കയ്യിലേക്ക് ഊതിയിട്ട് ശരീരത്തിൽ തടവലുണ്ട്. ഇതിനൊന്നും ആരും നിഷേധിക്കണില്ല. പക്ഷെ അത് അങ്ങോട്ട് വ്യാഖ്യാനിച്ചിട്ട് അതിന് വേറെ കോലം കൊടുത്തിട്ട് പ്രവാചകൻ പഠിപ്പിക്കാത്ത അഡീഷണൽ ഫിറ്റിങ്സ് കൊടുത്തിട്ട് ഇതൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇത്തരം വിഡ്ഢിത്തങ്ങളിൽ അകപ്പെടുന്ന, അങ്ങനെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന, ഇരുലോകവും നഷ്ടപ്പെടുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയും ആഗ്രഹവും മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. വെളിച്ചം വീഡിയോസിലെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.